നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. എടാ, നിനക്ക് കുറച്ചെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ നീ ക്ലോറോഫോം മൂക്കി കയറ്റൂ. അതോടെ ഇവന്റെ കാറ്റ് പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്റെ ഈശ്വര. ബോധം തെളിയുന്നതിന് മുമ്പ് സൂര്യൻ ഉദിച്ചിരുന്നെങ്കിൽ ആ തടിയൻ എന്റെ കാറ്റ് കളഞ്ഞാനെ. എങ്കിലയാലെ ഈ കേസിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയേനെ. ദാസ, ഒരു കൈപ്പിഴ പറ്റി. ഞാൻ നിലം തുടച്ചും വിറക് കീറിയും വെള്ളം കോരി കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാ? നമ്മുടെ കേസിന്റെ വിജയത്തിന് വേണ്ടിയല്ലേ? നീ കുറച്ചുകൂടെ ക്ലോറോഫോം എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചതാ. എന്തായാലും ഇന്നവന്റെ ചോര ഞാൻ എടുക്കും. ഹലോ, കൊച്ചുണ്ണി ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് പ്രൊപ്പറേറ്റർ, കോട്ടയം കൊച്ചുണ്ണി സ്പീക്ക്. രാവിലെ തന്നെ തള്ളയ്ക്ക് വിളിക്കാടോ. തന്റെ പന്ന പറട്ട ലൊക്കട വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും ഒരു പിച്ചക്കാരനും വാങ്ങിക്കില്ല. തന്റെ വണ്ടിയെ റോഡ് കണ്ട ഓക്കാനി. പെട്രോളിന് വില കൂടിയപ്പോ പാം ഓയിൽ ഒഴിച്ച് വണ്ടി ഓടിച്ചവനല്ലടോ താൻ. തെണ്ടി, നിന്റെ വണ്ടി വല്ല സിനിമാക്കാർക്കും കൊണ്ടുകൂടെ. അവര് വല്ല നായകനെയോ വില്ലനെയോ ഇരുത്തി കൊക്കയിൽ തള്ളിക്കൊള്ളു, അല്ലെങ്കിൽ അമിട്ട് വെച്ച് പൊട്ടിച്ചോളൂ. വണ്ടി വിൽക്കലല്ല, റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ് എന്റെ ജോലി. തന്റെ വണ്ടി ഈ കൊച്ചുണ്ണിയുടെ വർക്ക്ഷോപ്പ് റിപ്പയർ ചെയ്യുന്നില്ല. ഫ്രോഡ് വേല എന്നോട് കാണിക്കരുത്. സ്ഥലം മെനക്കെടുത്താതെ താൻ വേഗം വണ്ടി എടുത്തോണ്ട് പൊക്കോ. ഇവിടെ ബെൻസ്, ടയോട്ട, ഇസൂസു ഒക്കെ ക്യൂ നിൽക്കുക. മനസ്സിലായോ? ആരായി തള്ള? തള്ളയാ? ആരുടെ തള്ള? നിന്നെ കണ്ട എന്റെ തള്ളയാണെന്ന് തോന്നല്ലോടി. വാട്ട് യു സി, ഞാൻ ഈ കോളനിയിലെ വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റാണ്. തള്ള ബഹളം ഉണ്ടാക്കാതെ പോണം. എടി അലവിലാതി, ഞാൻ നിന്റെ തള്ളയിലാന്ന് പറഞ്ഞതല്ലടി. എനിക്ക് മേലും കീഴും നോക്കാനില്ല. മിന്നണ സാരി എടുത്തോണ്ട് മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. ഓ, നിന്നെയൊക്കെ സഹിക്കണം നിങ്ങളുടെ കെട്ടിയോമാരെ മുക്കാലി കെട്ടിച്ചടിക്കണം. നിനക്ക് ഞാൻ വെച്ചണ്ടടി അമ്പടി. നിനക്കെന്റെ സ്വഭാവം അറിയില്ല അല്ലേ? പ്രിയപ്പെട്ട ചോട്ടന് ഗാമുകി ഓമന എഴുതുന്നത്. 2 ആഴ്ചയായി ചോട്ടൻ എന്റെ അടുത്ത് വരാത്തതിൽ സങ്കടമുണ്ട്. എന്നും രാത്രി ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കും. എന്നോട് വെറുപ്പാണോ ചോട്ടാ? എന്നെ വറുക്കരുത്. പാവം, വെറുക്കരുത്, സ്നേഹിക്കണം. ഒരു ഭയങ്കര കാര്യം അറിയിക്കാനാണ് ഈ കത്ത് എഴുതുന്നത്. എന്റെ മാസക്കളി തെറ്റി. എന്റെ മാസക്കുളി തെറ്റി. ഞാൻ ഗർഭിണിയാണ്. കലാസ്നേഹികളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുക. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. നാടകം തുടങ്ങാൻ ബെല്ലടിച്ചതല്ല. എഴുന്നേറ്റെ, മണി 8 അവന്റെ നടിയെ കൊണ്ടുവരാനെന്ന് പറഞ്ഞ് കറുത്ത കണ്ണടയും ടൈയും കയ്യിലൊരു പെട്ടിയുമായിട്ട് അസൽ കോമാളി വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അവനെ വിളിച്ചൊന്ന് പറഞ്ഞേര്. കണ്ട അലവലാതി നടികളെ ഒന്നും വിളിച്ചോണ്ട് വരരുത്. ഒടുക്കൻ നായകനാകാൻ എന്നെ കിട്ടത്തില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നിനക്ക് വേണ്ടി ഞാൻ സുസ്മിതാസ് എന്നെ കൊണ്ടുവരാം. അല്ലെങ്കിൽ വേണ്ട, ഐശ്വര്യ റായ് മതിയോ? ഒരണക്ക ട്രൂപ്പിനെ പറ്റി എന്തെങ്കിലും അല്ല, ഒരണക്ക നായകനായ നീ ഞാൻ കൊണ്ടുവരുന്ന നായികയെ വെച്ച് അഭിനയിച്ചാ മതി. ഗോപാലകൃഷ്ണ, ഓടാ.